ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അങ്ങയെക്കുറിച്ച് വളരെ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ദിലീപിൻ്റെ കേസ് എടുത്തപ്പോൾ ദിലീപ് ഫാനാണ്, ദിലീപിൻ്റെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ സോഷ്യൽ മീഡിയയുടെ അവരുടെ കമൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അതിനകത്ത് താങ്കൾ നിൽക്കുന്ന രാഹുൽ ഈശ്വർ ദിലീപിന് അനുകൂലമായിട്ടും ഈ പറഞ്ഞ പോലെ പല സിനിമാ നടന്മാർക്കെതിരെയും നമ്മളെ സിദ്ദിഖ് അങ്ങനെ സിനിമ ബാബു, അപ്പോൾ ഇവർക്കെതിരെ അനുകൂലമായിട്ട് പറയുമ്പോഴും ഇതിൻ്റെ അകത്തെല്ലാം ഒരു മോണിറ്ററി ബെനിഫിറ്റ് താങ്കൾക്ക് കിട്ടുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും എല്ലായിടത്തും അതിലെന്താണ് അങ്ങനെ? അത് നമ്മുടെ വളരെ മുതിർന്ന മറ്റേ പത്മഭൂഷണൊക്കെ ജയിച്ചൊരു വലിയ മാധ്യമപ്രവർത്തനം, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ഞാനിപ്പോൾ നോക്കി പറയാം. അദ്ദേഹം അവകാശപ്പെടുന്നത് എനിക്ക് 60 കോടി രൂപയുടെ സ്വത്തും, ഇത് 60 കോടിയോ 6 മില്യയുടെ എത്ര ഒരു കോടി രൂപയുടെ സ്വത്ത്, 60 കോടി എന്തോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കുറച്ച് ഞാൻ നോക്കി പറയാം. വളരെ സീനിയർ ആയ വ്യക്തിയാണ് അദ്ദേഹം. എന്നെ വളരെ വിമർശിച്ച് എനിക്കൊന്നും കേരള ശബ്ദത്തിലോ എന്തോ വലിയൊരു മാഗസീനിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു, സാറേ ഇതെല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലേ ഞാൻ, സാറിന് നോക്കാം. 2, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോട് മാത്രമല്ല എല്ലാവരോടും എണ്ണി പറയാം ഞാൻ പറഞ്ഞ നിലപാടുകൾ ശരിയായത്. ശ്രീ വിജയബാബുവിൻ്റെ കാര്യം എന്തായി? ശ്രീ വിജയബാബുവും ഒരു പെൺകുട്ടിയും തമ്മിൽ ബന്ധത്തിലായിരുന്നു, ശാരീരികവും മാനസികവുമായ ബന്ധം. വിജയബാബുവിൻ്റെ ഒരു സിനിമയിൽ ഈ കുട്ടിക്ക് റോൾ കൊടുത്തില്ല, അതുകൊണ്ട് ഈ കുട്ടി എന്ത് ചെയ്തു? ഇയാൾ എന്നെ റേപ്പ് ചെയ്തു കേസ് കൊടുത്തു. അവസാനം കോടതി എന്തായി? കോടതി വിജയബാബുവിന് അനുകൂലമായിരുന്നു. ഒമർ ലുലുവിൻ്റെ കേസ് എന്തായി? ഈ സിദ്ദിഖിൻ്റെ കേസ് എന്തായി? അല്ലെങ്കിൽ ശ്രീ ദിലീപിൻ്റെ കേസ് ഇതുവരെയുള്ള സമീപനം നോക്കുക. അതായത് ഇപ്പം നടക്കുന്ന കോടതിയിലടക്കം 3 ഹൈക്കോടതി ജഡ്ജിമാരടക്കം ദിലീപിന് അനുകൂലമുള്ള സമീപനമല്ലേ എടുക്കുന്നത്. രാഹുൽ ഈശ്വർ പറയുന്നതാണ് കാലവും കോടതിയും ശരിയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. കാര്യം ഇത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പഠിപ്പുരവരെയൊന്നും പോകേണ്ട കാര്യമില്ല. ഞാൻ അതിനൊരു തെളിവായിട്ട് അങ്ങേക്ക് കൺവിൻസിംഗ് ആയി, മീഡിയ പ്രവർത്തകനായതുകൊണ്ടും വളരെ സീനിയർ ആയതുകൊണ്ടും അങ്ങേക്ക് കൺവിൻസിംഗ് ആയിട്ട് മറുപടി പറയാം. ദിലീപിന് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസിട്ട് ഓർമ്മയാണ് അല്ലെ? അതായത് ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെയാണ് വീണ്ടും ഈ കേസിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ എന്താ ആ കേസ് ഇതുവരെ ആരും അന്വേഷിക്കാത്ത? ആ കേസിന് എന്തെങ്കിലും അപ്ഡേറ്റ് കേട്ടോ? ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ നോക്കി ഇവിടെ ആർക്കും ദണ്ഡമൊന്നുമില്ലേ? പച്ചക്കള്ളം പറയുകയാണ്. അതായത് ഈ കേസിലോട്ട് എങ്ങനെങ്കിലും വീണ്ടും അന്വേഷണം ഉണ്ടാകണം. ഈ 4 പോലീസുകാരെ കൊല്ലാൻ നോക്കി എന്ന് കള്ളം പറയാൻ മടിയില്ലാത്ത പോലീസുകാർക്ക് മറ്റേ കേസ് ദിലീപിനെ കൊടുക്കാൻ എന്താ മടി ഉണ്ടാകുക? 4 പോലീസുകാരെ ഗ്രൂപ്പിലിട്ട് തട്ടണം എന്ന് പറഞ്ഞ് ബാലേന്ദ്രകുമാറിന്റെ വാക്ക് കടമെടുത്താൽ ഗ്രൂപ്പിലിട്ട് തട്ടണം എന്ന് പറഞ്ഞാൽ ഈ ദിലീപിനെ 4 പോലീസുകാരെ കൊലപാതകം എന്ന് പറയുന്ന ഏറ്റവും വലിയ ക്രൈം ചെയ്യാൻ ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് കള്ളം പറയാൻ മടിയില്ലാത്ത ഈ പോലീസുകാർക്ക് നമ്മുടെ അതിജീവിതയുടെ കേസിലേക്ക് ദിലീപിനെ വലിച്ചടിച്ചുകൊണ്ടിരാൻ എന്താ മടി? ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ദിലീപിനെ കൊടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവർ പ്രവർത്തിക്കുന്നതാണ്. ദിലീപ് അഗ്നിശുദ്ധി നടത്തി തിരിച്ചു. എന്റെ വാക്കുകൾ എഴുതി വെച്ചോളൂ. ദിലീപിനെതിരെ കടുക് മണിയോളം ദിലീപിനെതിരെ തെളിവില്ല. ദിലീപ് അഗ്നിശുദ്ധി നടത്തി തിരിച്ചു. പെട്ടെന്ന് ഒരു വരി കൂടെ ചോദിക്കാം അങ്ങേക്ക്. ഇതിന്റെ ഇടയ്ക്ക് വലിയ വാർത്തയും പ്രധാനപ്പെട്ട ചാനലുകൾ, പേര് പറയുന്നില്ല, അതായത് ടോപ്പ് 1, 2, 3 ചാനലുകളിൽ ഞാൻ തന്നെ ചർച്ച ചെയ്തതാണ്. ഇതിന്റെ പിന്നിൽ കാവ്യയോ അല്ല, ഇതിന്റെ പിന്നിൽ മാഡമോ, കാവ്യാണോ ആ മാഡം എന്നൊക്കെ അല്ലെ ഓർമ്മ കാണും. ആ കാവ്യ എന്ന് പറയുന്ന പാവം പെണ്ണിനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ? അത് കേട്ടാൽ ചിരിക്കും. ഈ കാവ്യാണോ എന്ന് പറഞ്ഞ് നമ്മൾ ഒരാഴ്ച ചർച്ച ചെയ്തില്ലേ? പിന്നീട് ചെറുതായിട്ട് ഗോൾ പോസ്റ്റ് മാറി, കാവ്യയുടെ അമ്മയാണോ ഇനി മാഡം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു. എന്തേ ഇല്ലാത്തത്? 50 ലക്ഷം രൂപ വേങ്ങരയിലെ ഒരു നേതാവിന് കൊടുക്കാൻ പോയി. കുഞ്ഞാലിക്കുട്ടി സാറിനാണ് ഉദ്ദേശിക്കുന്നത്. വേങ്ങരയിലെ ഒരു നേതാവിനെ കൊടുക്കാൻ പോയി. ഗോൾച്ചൻ എന്ന് പറയുന്ന UAE ദാവൂദ് ഇബ്രാഹിമിന്റെ ആൾ ഇതിനകത്ത് വന്നു. ഇതൊക്കെ എവിടെ പോയി? ഗോൾച്ചൻ എവിടെ? വേങ്ങര എവിടെ? 50 ലക്ഷം എവിടെ? അപ്പൊ മഞ്ജു വാര്യറാണോ? ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി പറഞ്ഞാൽ നമ്മുടെ അതിജീവിതയ്ക്ക് വേദനകൾ നേരിട്ടു എന്നുള്ള സത്യമാണ്. അതിന്റെ പിന്നിൽ പൾസർ സുനി എന്ന് പറഞ്ഞൊരു ക്രിമിനലാണ്. പൾസർ സുനി മുമ്പ് മേനക ചേച്ചിയെ, ശ്രീ സുരേഷ് കുമാറിന്റെ വൈഫ് മേനക ചേച്ചിയെയും സമാനമായി ആക്രമിക്കാൻ ശ്രമിക്കുകയും മറ്റു ചെയ്തിട്ട് സുരേഷ് കുമാറും മേനക ചേച്ചിയും കൂടെ സുരേഷ് ചേട്ടനും കൂടെ പോയി പോലീസ് കംപ്ലൈന്റ് കൊടുത്തു. അതും ദിലീപ് പറഞ്ഞിട്ടാണ്. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ദിലീപിനെ അതിലേക്ക് എങ്ങനെങ്കിലും കുരുക്കാൻ വലിച്ചിടുകയാണ്. നേരത്തെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല, അത് പറയേണ്ട ആള് ഞാനല്ല. ദിലീപ് സുപ്രീം കോടതിയിൽ ഞാനാ പറഞ്ഞത്, അത് പറയാനുള്ള അത് മഞ്ജു വാര്യർ ഈ ഇപ്പോഴത്തെ സമകാലികമായിട്ടുള്ള പൊളിറ്റിക്സിൽ വളരെ ഇൻഫ്ലുവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ കീഴിൽ നിന്ന ഒരാൾ വേറൊരാളുടെ അടുത്ത് പോവുകയും അയാൾ ഏതെങ്കിലും വിധത്തിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അവരുടെ കരിയർ നഷ്ടപ്പെടുമെന്നൊക്കെ ഉള്ളൊരു ഭയം കൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ പോകാൻ. അപ്പോൾ അവരാണോ ഇതിൻ്റെ അതിന്റെ സത്യം എന്താണെന്ന് പറയാം? അല്ലെങ്കിൽ ഞാൻ ഈ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദിലീപ് ഒരു കോൺഗ്രസ്സുകാരനാണ്, സിദ്ദിഖ് ഒരു കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും കുരുക്കാൻ വേണ്ടി ഈ വേറെ തലത്തിൽ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് രാഷ്ട്രീയം ഇതിലുണ്ടെന്ന് തോന്നുന്നില്ല. വേറൊന്നുമല്ല പറയുന്നത്, ദിലീപ് കേസിൽ പ്രത്യേകിച്ച് വേറെ ഗൂഢാലോചന ഇല്ലെന്ന് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം പിന്നീട് നിലപാട് മാറ്റി എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. പക്ഷേ ശ്രീ ദിലീപിനെതിരെ ആരാണ് കരുക്കൾ നീക്കേണ്ടത് പറയുന്ന ശ്രീ ദിലീപാണ്, രാഹുൽ ഈശ്വർ അല്ല. ശ്രീ ദിലീപ് അത് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ
ഒരു വരിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനായിട്ട് ഇപ്പം പറയുന്നില്ല. ആ വരി എന്ന് പറഞ്ഞാൽ രണ്ട് സ്ത്രീകളെ ഉദ്ദേശിച്ചുകൊണ്ട് ശ്രീ ദിലീപ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഇപ്പൊ ഈ പുരുഷ കമ്മീഷൻ വന്നു, അതിലേക്ക് തന്നെ വരാം. പുരുഷ കമ്മീഷൻ അതിനുവേണ്ടി ഇപ്പൊ സ്പീക്കറുടെ അടുത്ത് പോയി. ഇപ്പം എൽദോസ് കുന്നപ്പള്ളിയാണ് ഇപ്പം അതിന്റെ മുന്നിട്ട് നിൽക്കുന്നത്. ഈ എൽദോസ് കുന്നപ്പള്ളി എന്ത് അർഹതയുണ്ട് അയാൾക്ക് നിൽക്കാൻ? എൽദോസ് കുന്നപ്പള്ളിക്കാണ് ഇതിൽ 101% അർഹത. കാരണം അയാളൊരു കേസിലെ പ്രതി. അതാണ് പറഞ്ഞത്. എൽദോസ് കുന്നപ്പള്ളി കേസിലെ പ്രതിയാന്ന് പറഞ്ഞ കുറ്റക്കാരനാണെന്നോ അർത്ഥം. ഇനി എൽദോസ് കുന്നപ്പള്ളിക്ക് കോടതി വ്യവഹാരങ്ങൾ വന്ന് എന്താന്ന് നോക്കാം. കോടതിയാണല്ലോ, അങ്ങ് കോടതിയെ വിശ്വസിക്കുന്ന വ്യക്തിയാണല്ലോ നമ്മളെല്ലാം ജനറലി. എൽദോസ് കുന്നപ്പള്ളിയെ കുറിച്ച് ജസ്റ്റ് എൽദോസ് കുന്നപ്പള്ളി ഹൈക്കോടതി നടിച്ചാൽ ഹൈക്കോടതിയുടെ 3 പ്രധാന പരാമർശങ്ങളുള്ളൊരു കൗസർ എടപ്പകത്തിന്റെ ഹൈക്കോടതി ജഡ്ജിയുടെ അടക്കം. അതിൽ കൗസർ എടപ്പകത്ത് പറയുന്നത് 49 കേസുകളിൽ പ്രതിയാണ് എൽദോസിനെതിരെ പരാതി കൊടുത്ത വ്യക്തി. 49 കേസ്, 1, 2, 3, 4 അല്ല, 49 കേസ്. 2, വ്യാജ റേപ്പ് പരാതി റേപ്പിനോളം തന്നെ സീരിയസ് ആയ ഒരു ഒഫൻസ് ആണ്. ആർക്കെതിരെയാണ്? ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ്. 3, പ്രോസിക്യൂഷനോട് കോടതി പറഞ്ഞു നിങ്ങൾ വെറുതെ വന്ന് സിനിമാ കഥ പറയല്ലേ. എൽദോസ് കുന്നപ്പള്ളിയെ ചതിച്ച് കാശ് മേടിക്കാൻ നോക്കിയതാണ്. എൽദോസ് ശക്തമായി പോരാടി. എൽദോസ് ഓരോ ആണിന്റെ അഭിമാനമാണ്. എൽദോസ് അതിശക്തമായി പോരാടുകയും അദ്ദേഹം തന്റെ നിലപാട് മുമ്പോട്ട് വെക്കുകയും അദ്ദേഹം നിരപരാധിയാണെങ്കിൽ കോടതി ശിക്ഷിക്കുമല്ലോ. ഒളിവിൽ പോയി. എവിടെ ഒളിവിൽ പോയി? എൽദോസ് എന്തുകൊണ്ടാണ് നിന്നത്? ഈ ഫൈറ്റ് ചെയ്യാൻ എൽദോസ് നിന്നില്ലായിരുന്നെങ്കിൽ ഈ കോടതിയിൽ നിന്ന് അനുകൂല പരാമർശങ്ങൾ കിട്ടൂ. 2, കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നവരെ മാറി നിൽക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എന്ത് പറയുന്നറിയോ? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? എന്തോ തെറ്റുണ്ടെങ്കിലല്ലേ അറസ്റ്റ് ചെയ്യൂ. ഇപ്പം ശ്രീ ദിലീപിനെതിരെ വല്ലതും പറയാറില്ലേ? 86 ദിവസം ദിലീപ് ജയിലിൽ കിടന്നു. ഒരു കുറ്റവും ഇല്ലാതെ ജയിലിൽ കിടക്കൂ? ഒരു കുറ്റവും ഇല്ലാതല്ലേ 50 ദിവസം നമ്പിനാരായണൻ സാർ ജയിലിൽ കിടന്നത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ നമ്പിനാരായണൻ യാതൊരു കുറ്റവും ചെയ്യാതെ 50 ദിവസം ജയിലിൽ കിടന്നതല്ലേ? അതിന്റെ പ്രശ്നം എന്താ? അന്ന് ഇവിടുത്തെ CA ആയിരുന്ന ഒരു വ്യക്തിക്ക് മറിയം റഷീദ എന്ന മാലിക്കാരിയോട് സെക്ഷുവൽ ആയിട്ടൊരു താല്പര്യം തോന്നി. പലതവണ അപ്രോച്ച് ചെയ്തു, അവർ സമ്മതിച്ചില്ല. അയാൾ ഉണ്ടാക്കിയ കള്ളക്കഥയാണ് ചാരക്കേസ്. രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, CBI കൊടുത്ത കുറ്റപത്രത്തിൽ എന്ന് പറയുകയാണ്. ഇതൊന്നും എന്റെ കണ്ടെത്തലല്ല. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഉള്ള CBI കൊടുത്ത കുറ്റപത്രത്തിൽ അന്നിരുന്ന CA ആയി പിന്നീട് DYSP ആയി, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ഇത്രയും പ്രായമായി, അവരുടെ എല്ലാം ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടം കടന്നുപോയി. ഈ നമ്പിനാരായണനെ പോലെ നമുക്ക് ദിലീപിനെ ഉൾപ്പെടുത്താൻ പറ്റും. 100% നമ്പിനാരായണൻ സാറിനെ പോലെ, ശശി തരൂർ സാറിനെ നാഷണൽ മീഡിയ വേട്ടയാടിയതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിനെ അദ്ദേഹം കൊന്നതാണ് എന്ന ദുസൂചന നൽകി ദേശീയമായ റൈറ്റ് വിങ് മീഡിയ, ഞാനൊരു ഹിന്ദു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റാണ്, പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള റൈറ്റ് വിങ് മീഡിയ ശശി തരൂറിനെ വേട്ടയാടിയപ്പോൾ അഭിമാനത്തോടെ ഞാൻ പറയാം, ഞാനടക്കം വളരെ കുറച്ചുപേരെ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനിരുന്നുള്ളൂ. ഷാറൂഖ് ഖാന്റെ മകനെ ഇതേപോലെ അവരെ അറ്റാക്ക് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സുശാന്ത് സിംഗ് രാജ്പുട്ട് എന്ന് പറയുന്ന ഡൽഹിയിലെ ഹിന്ദിയിലെ വളരെ പ്രമുഖനായ നടനുണ്ടായിരുന്നു, അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് റിയയെ 26 ദിവസം ജയിലിലിട്ടു. ഇതെല്ലാം ചെയ്യുന്നതിന്റെ കാരണം കൂടെ അറിഞ്ഞിരിക്കണം. പോലീസിലെ പല ആൾക്കാർക്കും കഥ എഴുതാൻ വലിയ താല്പര്യമാണ്. അങ്ങനെയുള്ള പോലീസുകാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മേഖല പോലീസല്ല, നിങ്ങൾ ഏതെങ്കിലും ക്രൈം ത്രില്ലറോ OTTയോ നെറ്റ്ഫ്ലിക്സോ സിനിമാ മേഖലയിലേക്ക് വന്ന് കഥ എഴുതണം. നിങ്ങളുടെ കഥ ചാർജ് ഷീറ്റായിട്ടും FIR ആയിട്ടും എഴുതിയിടരുത്. അങ്ങനെ ചാർജ് ഷീറ്റായിട്ടും FIR ആയിട്ടും എഴുതിയിടുന്ന പോലീസുകാരുടെ മനസ്സിലെ ഭാവനയാണ് ഈ നല്ലൊരു ശതമാനം കഥകളിലേക്കും വരുന്നത്. അവരതിൻ്റെ പേരിൽ കഥയും കഥയുടെ മേലിൽ കഥയും കഥയുടെ മേലിൽ കഥയും അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടക്കുകയാണെന്നൊക്കെ പറയും.